മീനുട്ടി എന്തോ ഈ റെട്രോ റൗണ്ട് എന്ന് പറയുമ്പോ പഴയ കാലഘട്ടത്തെ പാട്ടുകളൊക്കെയാണ്, അതായത് 60-ലെ പാട്ടുകൾ, 70-ലെ പാട്ടുകൾ, 80-ലെ പാട്ടുകളൊക്കെ. ആ കാലഘട്ടത്തെ പാട്ട് പാടാനായിട്ട് ഞാൻ വിചാരിച്ചു എന്തോ ഡൗട്ട് ചോദിക്കാം. അല്ല, ആ കാലഘട്ടത്തിലുള്ള പാട്ട് പാടാനായിട്ട് ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് ഇവിടെ വരുന്നു ഈ കാലഘട്ടത്തിലുള്ള ഒരാൾ. ഒരു ജഗജില്ലി. ലെറ്റ്സ് വെൽക്കം ആൻസർക്കുട്ടി on stage. ഇത് ഭീകര രൂപത്തിൽ അതെ വലുപ്പത്തിൽ ഈ കാലഘട്ടമാണെങ്കിലും മൊത്തത്തിലുള്ള രൂപത്തിൽ പണ്ടത്തെ പഴയ കാലം. കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രൂപത്തിൽ ലക്ഷ്മിയുടെ ആ ഇത് ഞങ്ങൾക്കാ താങ്ക് യു. 3 ജഡ്ജസ്. ഓ അപ്പൊ നമ്മളെ മറന്നു. ക്യാരി ഓൺ. മൈൻഡ് ഒന്നും താങ്ക് യു ചെയ്യില്ല. താങ്ക് യു താങ്ക് യു ആണൊന്നേ. എന്ത് ഞങ്ങൾക്ക് പോകുന്നില്ലല്ലോ. അതെ ഒരു 5 പൂവാക്കാൻ തണ്ട് ശൈലം മുറിച്ചു കൊടുത്തേ. അതെങ്കിലും തന്നാ മതിയായിരുന്നു അല്ലേ? അവൻ ഇച്ചിരി തണ്ട് അവന്റെ കൂടുതൽ കണ്ട് ഒടിയട്ടെ എന്ന്. തണ്ട് ശരി കുറയട്ടെ. എന്ന് ഓടിപ്പോയി കൊടുത്തു. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എനിക്ക് മാത്രം 3 മൂന്നെണ്ണം തരണം, പക്ഷെ തന്നുപോയി. എങ്ങനെയുണ്ട് ഈ ഐറ്റം? അത്രയുള്ളൂ കാര്യം. താങ്ക് യുടാ താങ്ക് യു. ഈ 3 പേരുടെ അടുത്താ കൊടുക്കാൻ പറഞ്ഞ ഒരെണ്ണം പറഞ്ഞത് ഞാൻ വഴി കൊടുക്കണം. കുഞ്ഞു കല്ല് പിടിക്കാൻ പാടില്ല 3 ആയിട്ട്. ഇച്ചിരി നല്ല വിടർന്ന പൂ. ഇത് നോക്കി പാടിയതാ. പൂവില് പക്ഷെ നമ്മൾ നോക്കുമ്പോ നിസ്സാര ഒരു പൂവാണെന്ന് ഇത് വിചാരിക്കും. രസം നോക്കിയത് ഇതിന്റെ ഒരു എന്താണ് ഒരു ഭംഗി. ഇത് എത്ര നാള് ഇങ്ങനെ പതുക്കെ 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 വളർന്നു വന്നിട്ടാണ് ഇങ്ങനെ ആയത്. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഇല്ല ഒരിക്കലും ഞങ്ങൾ ചിന്തിക്കത്തില്ല ഇവിടെ നോക്കുമ്പോ വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല. മനുഷ്യ ജീവിതവുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തട്ടെ. പെടുത്ത് ഞാൻ ഈ പൂവും ഇറുമ്പും പാറ്റേനെയും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ ആയുസ് വളരെ കുറവാ. പക്ഷെ ഒരു പൂ പോലെ 2 ദിവസത്തേക്ക് വിടരാനാണ് അവർ ഇത്രയും ഭംഗിയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അവർക്കറിയാം അവർ നാളെ പൊഴിഞ്ഞു പോകുന്നു. പക്ഷെ മനുഷ്യ ജന്മമാണെങ്കിലോ അവർക്ക് നമുക്ക് മിനിമം ഒരു 50, 60, 70, 80, 90 വയസ്സ് വരെ നമ്മുടെ പ്രതീക്ഷ. ഇപ്പോഴും എത്ര ചിരിച്ച് സന്തോഷത്തോടെയാണ് നാളെ കൊഴിയുമെന്ന് അറിഞ്ഞെങ്കിലും ഇവൾ എത്ര ഹാപ്പിയാണ്. എന്തുകൊണ്ട് മനുഷ്യർക്ക് ഇതായിക്കൂടാ? ആ പൂവ് ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ് പോണ കാര്യം അറിഞ്ഞിണ്ടാവില്ല. ഇതിപ്പോ ഞാൻ എന്നാണ് തന്നേന്ന് അറിയാലോ ഡൈനങ്ങൾക്ക്. അറിയാലോ ഞങ്ങള് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. പക്ഷെ മോളെ പറ. മോള് ഈ പൂ തന്ന കാരണം നല്ലൊരു ഫിലോസഫി കേൾക്കേണ്ടി വന്നു. അതെ പക്ഷെ അവർക്ക് 2 ദിവസം എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം ആണ്, മനസ്സിലായ? അപ്പൊ റിലേറ്റിവിറ്റി ഓഫ് ടൈം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ 2 ദിവസം 100 വർഷമാണ്. പാട്ട് ഏതാ? ഒന്നാം പൂമരത്തിൽ ഒരേ ഒരു ഞെട്ടിൽ 1 അല്ല 2 അല്ല 3 പൂക്കൾ. ഞങ്ങളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഓക്കെ, നല്ല പാട്ടാണല്ലോ. പിന്നെ സിനിമയുടെ പേരും ഇത് തന്നെ അല്ലേ? 3 പൂക്കൾ. അപ്പൊ പിന്നെ പാടിയത് എസ് ജാനകി അമ്മ and music പുകഴേന്തി സാർ and lyrics പി ഭാസ്കരൻ മാഷ്. ഒരു പൂവിന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് വലുതാണ്. വളരെ വലുതാണ്. നമ്മളത് കണ്ടുപഠിക്കണം. 2 ദിവസത്തേക്ക് 2 ദിവസം ജീവിക്കുവാണെങ്കിൽ ഇതേപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഹാപ്പി ആയിട്ട് ജീവിക്കണം. മിണ്ടാനും പറ്റില്ല, പറയാനും പറ്റില്ല, ഒരു ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല. ഭംഗിയായിട്ട് ഒരുങ്ങി അല്ലേ? എല്ലാവർക്കും മണവും ഇങ്ങനെ നിക്കാം. സന്തോഷവും കൊടുത്ത്. പക്ഷെ പഴംപൊരിയും ബീഫും കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മോള് പാടിക്കോ കേട്ടോ. അതാണ് മോട്ടിവേഷൻ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒന്നാനാം പൂമരത്തിൽ ഒരേയൊരു ഞെട്ടിൽ 1 അല്ല 2 അല്ല 1 അല്ല 2 അല്ല 3 പൂക്കൾ. 3 പൂക്കൾ. ഒന്നാനാം പൂമരത്തിൽ ഒരേയൊരു ഞെട്ടിൽ 1 അല്ല 2 അല്ല 3 പൂക്കൾ. 3 പൂക്കൾ. ഒന്നായി പിറന്നവർ ഒന്നായി വളർന്നവർ ഒരു നാളും പിരിയാത്ത 3 പൂക്കൾ. ഒന്നായി പിറന്നവർ ഒന്നായി വളർന്നവർ ഒരു നാളും പിരിയാത്ത 3 പൂക്കൾ.
ശബാഷ്. ആൻസർ കുട്ടി, ആ? മോള് തന്ന പൂ വെച്ച് ഞങ്ങൾ കളിച്ചോണ്ടേയിരുന്നു. അപ്പൊ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടപ്പോ എവിടൊക്കെയോ ഒരു ചെറിയ സംശയം നിന്നു. അപ്പൊ ഞാൻ പേനെടുത്ത് എഴുതി, ഉം. 3-ൽ നോവ് വന്നാൽ എന്നാ പോർഷൻ അന്ന് പഠിക്കും മോളെ. 3-ൽ നോവ് വന്നാൽ ആ ഒരു പോർഷൻ മോളെ കൃത്യമായിട്ട് വന്നിട്ടില്ല. അതൊന്ന്. അതേപോലെയാണ് 3 പൂക്കൾ, സെയിം ചരണത്തില് 3 പൂക്കൾ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ ടോട്ടൽ പാട്ടൊരു നല്ല, എന്താണ് പറയുന്നത്, അതിമനോഹരമായിട്ടൊരു കമ്പോസിഷൻ. 3 പൂക്കൾ പോലെ തന്നെ 3 സ്ഥലത്ത് മോക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താഴ്വാരം നിറയെ പൂക്കളുള്ള ഒരു സ്ഥലം, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഫ്ലവർ ഷോനൊക്കെ പോയ മാതിരി തോന്നി. ഹാപ്പി ആയിട്ടുള്ള ഒരു പാട്ട് മോള് നല്ല പ്രസന്ന ചിത്തയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു. വെരി ഗുഡ്. പിന്നെ ഈ സംഗതികൾ വരുമ്പോൾ മോളുടെ ബോഡി കുറച്ച് സ്റ്റിഫ് ആവുന്നുണ്ടേ, അതൊന്ന് സൂക്ഷിക്കണം. അത് കയ്യിനൊക്കെ പെട്ടെന്ന് ഒരു എന്തെങ്കിലും സംഗതികൾ വരുമ്പോൾ കൈയൊക്കെ ഒരുപാട് ആവശ്യമില്ലാണ്ട് ഒരു റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഒരു പ്രവണത ഉണ്ട്. അത് ഇപ്പോഴേ കൺട്രോൾ ചെയ്തിട്ട് സംഗതി വരുമ്പോൾ മോള് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അത് എഫേർട്ട്ലെസ് ആയിട്ട് വരും. നമ്മുടെയൊക്കെ മ്യൂസിക് എന്ന് പറയുന്നത്, ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്ത് മ്യൂസിക്കാന്നറിയോ? ഫോക്ക് മ്യൂസിക് എന്നാണ് ഈ രാഗങ്ങളൊക്കെ വരുന്നത്. ഫോക്കിന് ശേഷമാണ് ആക്ച്വലി ക്ലാസിക്കൽ വരുന്നത്. അപ്പൊ ഫോക്ക് എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ മ്യൂസിക് ആണ്. അസലായിട്ടോ. ഇതിനകത്ത് ഒരുപാട് പാട്ടുണ്ട് മോളെ, നല്ല രസമായിട്ടുള്ള പുഴന്തി സാറിന്റെ വേറൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ആ, മയിൽ പീലി ചൂടും മുളം കാടിന്റെ കിങ്ങിണിക്കുഴലുമായി, താലപ്പൊലി വേണം, താലവൃന്ദം വേണം, പൂ തേടി തേടി പാടും കാറ്റേ, ഓ പൂ തേടി പാടും കാറ്റേ, മുടിപ്പീലി ചൂടും മുളം കാടിന്റെ കിങ്ങിണിക്കുഴലുമായി, താലപ്പൊലി വേണം, താലവൃന്ദം വേണം. നിസദാദനി പദമാപനി നിരേ മപമരിനിപ പനി സരി ഗരി ഗസാ ഗബരി സദപമപമാരി മപഗമഗാരിനി നിരിനിദവ സദപമപനി സഗരിഗ സരിസ സരി ഗര ഗബസനി ഗബനിദ ദിഗദബ സഗപമ നിരി മഗ ദസഗരി പദരി സ. ഇവിടൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ പോലെ തോന്നില്ലേ? അതാണ്. പെട്ടെന്ന് എന്റെ മനസ്സിലോട്ടേ ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുമഞ്ഞുമി നിലാക്കുളിരിൽ ഒന്നു ചേരും നീരമായി പനിനീരിൽ നനഞ്ഞ രാത്രി പുലർവിൽ പുൽകുമോ ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമാ. ഇത് ആരുടെ കമ്പോസിഷൻ ആയത്? പെട്ടെന്ന് അതെ ഉണ്ടോ, ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി. ഇതെല്ലാം ആര് കാരണ? ഈ പൂ വസന്തം, ഈ പൂക്കാലം, വേനൽക്കാലത്ത് ഈ പൂക്കാലം സൃഷ്ടിച്ചത് ആരാ ഇവിടെ? അങ്ങടെ ആൻസർ കുട്ടി. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So today we are giving you 98 out of 100. ആദ്യ ഒരു 3 പൂക്കൾ പൂക്കുറ്റി.
അതിന്റെ ഇടയിൽ ഒരു ഉണ്ടാക്കി പാട്ട് പോയി. അതെ, മുങ്ങിപ്പോയി. അത് ഗായു ശരിക്കും ഏതോ ഒരു പാട്ടെന്ന് വിചാരിച്ചു ഒരു പാട്ട് പാടിയില്ലേ? അല്ല, ഒന്നാന്തരം ഉണ്ടാക്കി പാട്ട് MG സാറ് പാടില്ലേ? ആ പാട്ട് ഏതാന്ന് മനസ്സിലായില്ല? അതുണ്ടാക്കിയതല്ലേ? ഞാൻ പറയും. ആ. മേലെ പൂമല, അതല്ലേ? അതിന്റെ ലിറിക്സ് ആയിരുന്നു എടുത്തത്. അശ്ശോ. ഏതായിരുന്നത്? ഗായത്രി ചേച്ചി ഒത്തിരി എൻജോയ് മുടിപ്പിലി ചൂടും അതിന്റെ ആഹാ. മുളം കാടിന്റെ കിങ്ങിണി കുഴലും എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഞങ്ങൾ അങ്ങനെ ആദ്യം കുറെ എപ്പിസോഡുകൾ മനസ്സിലാവാതെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങി. ഇനി ഒറിജിനൽ പാടിയാലും ആൾക്കാർ പറയും ഇത് ഉണ്ടാക്കി പാട്ട്. ഓക്കെ, ടാറ്റ. ബൈ.